നമസ്കാരം. ഏതൊരു വ്യക്തിയുടെയും ജീവിതം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ എപ്പോഴും ആകണം എന്നില്ല. വിഷമതകൾ, പ്രയാസങ്ങൾ കടന്നു വന്നു എന്ന് വരാം. അത്തരത്തിൽ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനോട് പറഞ്ഞുകൊണ്ട് ഈ തന്നിരിക്കുന്നതായ 2 വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തേതായ ചിത്രം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം സാക്ഷാൽ പരമശിവന്റെ ചിത്രമാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കൂ. ഭഗവാനോട് ഒരു ദുഃഖം പറഞ്ഞുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കൂ. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്രകാരമാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം നമോ നാരായണായ എന്നോ ഓം നമ ശിവായ എന്നോ കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നമസ്കാരം. മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ കാര്യം അല്ലെങ്കിൽ മോശപ്പെട്ടതായ ഒരവസ്ഥയിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകണം എന്ന ഒരു പ്രാർത്ഥന തന്നെയാണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ഒരു മാറ്റം, ആഗ്രഹിക്കുന്ന കാര്യം നടക്കണം എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അത് നടക്കുവാൻ സമയമായോ എന്നൊരു സംശയമുണ്ട് എങ്കിൽ ക്രമേണ ആ കാര്യം നിങ്ങളിലേക്ക് കടന്നു വരും എന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ മികച്ച ഒരു മാറ്റം പ്രകടമാകുന്നു, കാണുവാനായി സാധിക്കുന്നു എന്നതാണ് വാസ്തവം. സാമ്പത്തികപരമായും ആരോഗ്യപരമായും നിങ്ങളുടെ മനസ്സിനെ വളരെയധികം ആഘാതം സൃഷ്ടിക്കുന്ന പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം എന്നതും വാസ്തവമാണ്. പലപ്പോഴും മറ്റുള്ളവരാണ് നിങ്ങളുടെ പല തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് ചില അവസരങ്ങളിൽ ശബ്ദമില്ലാത്തതായ സാഹചര്യം, തീരുമാനം എടുക്കാൻ സാധിക്കാത്തതായ സാഹചര്യം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭയപ്പെടുന്നത് മൂലം അവർ തീരുമാനങ്ങൾ എടുക്കുകയും നിങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം അവസ്ഥകൾക്ക് ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിന്നോ നാളെയോ സംഭവിക്കും എന്നല്ല, ക്രമേണ ആ മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരും എന്നത് വാസ്തവമായ കാര്യമാണ്. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി പ്രവർത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പല കാര്യങ്ങളും ചെയ്താൽ കൊള്ളാം എന്നൊരു ചിന്തയുമുണ്ട്. എന്നാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു ആശങ്ക പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനാൽ അത് നിങ്ങൾക്കത് ഗുണം ചെയ്യില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന കൃത്യമായ കാര്യങ്ങൾ പ്രവർത്തിക്കാവുന്നതാണ്. അർഹമായ സ്ഥാനം അല്ലെങ്കിൽ അർഹമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുരിതം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് പോലുമാകാം. തീർച്ചയായും നിങ്ങൾക്ക് പല വിധത്തിലും അടിച്ചമർത്തലുകൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എങ്കിൽ ഉറച്ച തീരുമാനം എടുക്കുവാനും മറ്റുള്ളവരുടെ വിരൽത്തുമ്പിൽ ജീവിച്ചിരുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം സാധ്യമാകാവുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അനിവാര്യമായത് ലഭിക്കുകയും ചെയ്യാം. അതിലൊന്ന് ഒരു തീരുമാനം തന്നെയാണ്. ഉറച്ച ഒരു തീരുമാനങ്ങളോ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പലപ്പോഴും പല കാര്യങ്ങളിലും ഭഗവാൻ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ചിലരുടെ വാക്കുകൾ വിശ്വസിച്ച് ആ മുന്നറിയിപ്പ് നിങ്ങൾ കണക്കാക്കാതെ മുന്നോട്ട് പോവുകയും അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. അതിലൊരു മാറ്റം സംഭവിക്കാം. കാരണം നിങ്ങൾക്ക് പലരുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരിക്കുന്നതായ ഇത്തരം ദുഷ്കരമായ സാഹചര്യം മറികടക്കുവാനും ശരിയായ ദിശയിൽ സഞ്ചരിച്ച് മനസ്സിന് ധൈര്യത്തോടെയും ശക്തിയോടെയും മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. അത് ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്ന ശക്തി തന്നെയാണ്.
ഈ സമയം ദൈവിക ശക്തിയുടെ തഴുകൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നു. തീർച്ചയായും നിങ്ങൾ നിങ്ങളായി തന്നെ മാറുന്നു എന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എല്ലാ ബന്ധങ്ങളിലും ഒരു മുൻകൈ എടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പോസിറ്റീവായ എനർജി തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക, വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക. നല്ല വശം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ കഠിനാധ്വാനികളായി മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് നിങ്ങൾക്ക് വിജയങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളും പ്രദാനം ചെയ്യും. അനുഭവിച്ച പല ദുഃഖങ്ങൾ, ദുരിതങ്ങൾ മറികടന്ന് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ജീവിതത്തിൽ അനുഭവഭേദ്യമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ചിലത് വിട്ട് കളയേണ്ടത് അനിവാര്യമാണ് എന്നൊരു ബോധ്യമുണ്ട്. അത്തരം ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദുശീലങ്ങൾ നിങ്ങൾക്ക് ബോധപൂർവം ഒഴിവാക്കുവാൻ പോലും സാധിക്കും. ഇത്തരത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി പല കാര്യങ്ങളും അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഭഗവാനെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് നീങ്ങണം. ശിവചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാണ്. ഭഗവാനോട് ഒരു വിഷമം, ഒരു ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന, അത് വിഷമകരമായ സാഹചര്യവുമായി ബന്ധപ്പെട്ടാകാം. അത് ഭഗവാനോട് പറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് എന്ന് പറയാം. അത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാത്തിരിപ്പോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതായ ഒരു കാര്യവുമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യമാകാം, അകന്നു പോകേണ്ടതായ കാര്യമാകാം. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. അതിനുള്ള സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ അത് ഒഴിവാക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞിട്ടുണ്ടോ എന്നുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ സമയം ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഏതെങ്കിലും ഒരു കാര്യം ശരിയായതിനു ശേഷം വേറൊരു കാര്യം ചെയ്യാം എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അതിനേക്കാൾ നല്ലത് കാത്തിരിക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ ആലോചിക്കുന്ന ചില കാര്യങ്ങൾ, അത് പ്രവർത്തിക്കണം, മടി തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും സംശയങ്ങൾ നിങ്ങളിൽ നിഴലിക്കുന്ന സാഹചര്യമുണ്ട്. സംശയങ്ങൾ ഒഴിവാക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന സാഹചര്യമുണ്ട്. സാധിക്കുന്നില്ല എന്ന് പറയാം. എന്നാൽ അത് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കുന്നതായ പല കാര്യങ്ങളുണ്ട്. അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും, അതൊരു അഭിപ്രായമാണ് പറയുന്നത് എങ്കിൽ പോലും അതിന് സാധിക്കാവുന്ന അനുകൂലമായ ഒരു സമയത്തിലേക്ക്, സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പല അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് നൽകുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. പലതിൽ നിന്നും ഒരു മുക്തി ലഭിക്കുവാൻ സാധിക്കുന്നില്ല. മനസ്സിൽ മറ്റുള്ളവർക്ക് അറിയുന്നതും അറിയാത്തതുമായ പല വിഷമതകളും നിങ്ങൾക്കുണ്ട്. ഇത്തരം വിഷമതകളിൽ നിന്നും ഒരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന സമയത്തിലേക്ക് പ്രവേശിക്കും. അവസരോചിതമായി തന്നെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. ആ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ഒരു മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. ശരിയായ പാത തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യതകൾ നിങ്ങളിൽ വർദ്ധിക്കാം. ശരിയായ രീതിയിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അനുഭവിച്ചതായ പല കാര്യങ്ങൾ മനസ്സിലുണ്ട്. അത് വീണ്ടും ഓർക്കുവാൻ ആഗ്രഹിക്കാത്ത നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന പ്രാർത്ഥന ഫലം കാണുന്ന സാഹചര്യം വന്നു ചേരുന്നു. ചില കാര്യങ്ങൾ ഉപേക്ഷിക്കണം എങ്കിൽ അതിനുള്ള സാഹചര്യം അനുകൂലമാവുകയും പ്രകാശം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യാം. ഈ സമയം ഏതൊരു കാര്യവും ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. അത് സാധ്യമാകുന്ന സമയത്തിലേക്ക് നിങ്ങൾ കടക്കും. ഏത് കാര്യവും പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കണം.
ആത്മവിശ്വാസം നിങ്ങളിൽ തളരില്ല എന്ന് കാണുന്നു. ലക്ഷ്യം അത് വിജയമാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് സാധ്യമാകും എന്നത് വാസ്തവമാണ്. പരീക്ഷണ ഘട്ടത്തിലാണ് പല കാര്യങ്ങളും എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. മനസ്സിൽ വിചാരിച്ച ആ വിഷമവുമായി ബന്ധപ്പെട്ട് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് എങ്കിൽ അതിനൊരു മാറ്റം ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യാവുന്നതാണ്. പല കാര്യങ്ങളിലും ആത്മവിശ്വാസം നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഉത്കണ്ഠ പല കാര്യങ്ങളിലുമുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും എന്നൊരു ശുഭ പ്രതീക്ഷയുണ്ട്. അത്തരത്തിൽ കാത്തിരിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അത് വെറുതെ ആകില്ല എന്ന കാര്യം ഓർക്കണം. പല കാര്യങ്ങളിലും ഒരു ഇരുട്ട് മൂടിയ സാഹചര്യമാണ് ഉള്ളത്. എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പോലും അനുകൂലമല്ലാത്തതിനാൽ വിഷമങ്ങൾ നേരിടുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം. ഈ സമയം ഭഗവാന്റെ ഒരു സംരക്ഷണ വലയം നിങ്ങളിൽ പ്രകടമാകുന്നു. ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതിനാൽ നിങ്ങൾക്കറിയുന്നത് ഏത് കാര്യത്തിനാണോ അതിന് നീതി ലഭിക്കും. ഇപ്പോൾ ഭഗവാനോട് പറഞ്ഞ ആ സങ്കടത്തിന് നീതി ലഭിക്കും എന്ന് തന്നെ കാണുവാൻ സാധിക്കുന്നു. ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് നീങ്ങണം.